അഡ്വക്കേറ്റ് അസ്ക എം വി ഗോവിന്ദ മാസ്റ്ററൊക്കെ പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളല്ലേ അല്ലേ? പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖം എന്നൊക്കെയാണ് ഗോവിന്ദ മാഷെ വിശേഷിപ്പിക്കാറുള്ളത്. അദ്ദേഹം ഇന്നലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് വർഗീയ തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ച് നേടിയ ജയമാണ് UDFൻ്റേത് എന്നാണ്. മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഈ PDPയുമായിട്ടുള്ള സഹകരണം ഇതിൻ്റെ പരിധിയിൽ പെടില്ലേ? അന്നബീർ, ഇതില് വളരെ കൃത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു നിലപാട് ആണ് എന്നെ സംബന്ധിച്ചുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഏകദേശം ഒരു 42% മാത്രം മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറവ് മുസ്ലിങ്ങളുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. സ്വാഭാവികമായും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യുന്നതിന് UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. അവിടെ ഇടതുപക്ഷത്തിന് പറ്റിയിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്, ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9 കൊല്ലക്കാലം ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും അതിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചും ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞിരുന്നില്ല എന്നൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. മറിച്ച് അവിടെ ഏറ്റവും പരമപ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത് ഒരു തീവ്രവാദി സംഘടനകൾ എന്ന അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. കാരണം എപ്പോഴും കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷവും സാമാന്യ മുസ്ലിങ്ങളാണ്. സാമാന്യ മുസ്ലിങ്ങൾ എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവർ ഏതെങ്കിലും മതസംഘടനകളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ പക്ഷം പിടിച്ചു നിൽക്കുന്നവരല്ല. അവരൊരു ഫ്ലോട്ടിംഗ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവരൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിട്ടാണ് കാണാറുള്ളത്. അപ്പൊ സ്വാഭാവികമായും ആ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഏതെങ്കിലും മതസംഘടന, കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിസരത്തുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു സലഫി ജമാഅത്താണ് ഉള്ളതെങ്കിൽ അവിടെ നിസ്കരിക്കാൻ പോവുകയും അവിടെ കുട്ടികളെ മദ്രസയിലേക്ക് വിടുകയും ചെയ്യും. അവർ ഒരുപക്ഷെ മുജാഹിദ് ആശയങ്ങളോട് യോജിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടല്ല ആ സലഫി ജമാഅത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അതുപോലെ തന്നെ സുന്നികളുടെ ജമാഅത്തുകൾ ഉണ്ടെങ്കിൽ അവിടെയായിരിക്കും അവർ പറഞ്ഞു വിടുന്നത്, ആ മദ്രസയിലായിരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്. അപ്പൊ സ്വാഭാവികമായും അത്തരം പ്രക്രിയയിൽ ഏർപ്പെടുന്ന മുസ്ലിങ്ങൾ, അവർക്ക് ഒരു രാഷ്ട്രീയവും മഹാഭൂരിപക്ഷത്തിനില്ല. ഇവിടെ ഇടതുപക്ഷത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞു സാമാന്യ മുസ്ലിങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന വസ്തുതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടി വിമർശിച്ചുകൊണ്ടാണോ ഈ തിരിച്ചടി ഉണ്ടായത്? ഒരിക്കലല്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടന തന്നെയാണെന്നുള്ളത് തന്നെയാണ് എന്റെ പക്ഷം. RSS എടുക്കുന്നത് പോലെ, RSS ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ അല്ല. എന്തുകൊണ്ട് താരതമ്യം ചെയ്തുകൂടാ? ഇത് രണ്ടുപേരുടെ ആശയങ്ങൾ രണ്ട് സമുദായങ്ങളെയും താരതമ്യം ചെയ്യുന്ന പോലെയാണ്. അല്ല, അതിപ്പോ കരുത്തിന്റെ കാര്യത്തിലാവാം. ലോകത്താകമാനമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കരുത്ത് നോക്കിയാൽ അതൊരു ആന തന്നെയാണ്, ഒരു സംശയം വേണ്ട. ലോകത്താകമാനം എന്ന RSSനെ ലോകത്താകമാനം അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതൊരു കുടിയാന തന്നെയാണ് ലോകത്താകമാനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം RSS ഒരു ആന തന്നെയും ജമാഅത്ത് ഇസ്ലാമി കുടിയാന തന്നെയാണ്. പക്ഷെ ഈ കുടിയാനയും അപകടകാരിയാണ്, ഈ കാട്ടാനയും അപകടകാരിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത്. RSSനെയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും മറ്റൊരു പരാജയ കാരണം ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുന്നതിനോടൊപ്പം RSSനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതിന് കഴിഞ്ഞില്ല എന്ന ഒരു കുറ്റസമ്മതം കൂടി ഇക്കാര്യത്തിൽ വരും. എം വി ഗോവിന്ദ മാസ്റ്റർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം RSSനെ അനുകൂലിച്ച് എന്ന വാക്കല്ല അവിടെ വരേണ്ടത്, RSSുമായി സന്ധി ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതടക്കം ആ മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് കരുതുന്ന, വ്യക്തിപരമായി കരുതുന്ന ആളാണ്. അത് പാർട്ടി പരിശോധിക്കും ഇത്തരം കാര്യങ്ങൾ എന്നാണ് ഞാൻ തുടർ ദിവസങ്ങളിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അങ്ങനെയല്ല. അല്ല, ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സാങ്കേതികമായി RSS സഹകരണം അത് ശരിയല്ല. പക്ഷേ എങ്കിലും അറിയാലോ താങ്കൾക്ക്, ജനസംഘം ഉൾപ്പെടെയുള്ള
പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലില്ലേ? അത് ജനതാ പാർട്ടിയായിട്ടാണ് സഹകരിച്ചിട്ടുള്ളത്. അതെ. ജനതാ പാർട്ടിയിൽ RSS സ്വാധീനം വന്നത് ഏത് ഘട്ടത്തിലാണെന്നറിയാം. 77 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ഉണ്ടായിരുന്നത്. ജനതാ പാർട്ടിയുടെ മഹാഭൂരിപക്ഷം വരും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പ്രചരിപ്പിക്കുകയും ജയപ്രകാശ് നാരായണനും അടക്കമുള്ള നേതാക്കന്മാരുടെ പിന്നിലാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ അഭിമുഖത്തില് RSSന്റെ പേര് പോലും പരാമർശിക്കാതെയാണ്, അതായത് ചോദ്യകർത്താവ് അത് പരാമർശിച്ചില്ല, അല്ലാതെയാണ് അതെടുത്ത് ഞാനതാ പറഞ്ഞു. അത് അനവസരത്തിലുള്ള പ്രതികരണമായി പോയി എന്നുള്ള വിലയിരുത്തലാണ് എന്നെ പോലുള്ള ആളുകൾക്ക് തോന്നിയിട്ടുള്ളത്. അത് സ്വരാജിന് പണി കൊടുക്കാനായിട്ടായിരിക്കും അല്ലേ? അല്ല, അത് പണി കൊടുക്കോ ഇല്ലയോന്നല്ല, അദ്ദേഹം അത് പറഞ്ഞത് അനവസരത്തിലായിപ്പോയി. അദ്ദേഹം അത് പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. കാരണം അത്തരം നിലപാടുകൾ ഇടതുപക്ഷത്തിന് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതിനും മുസ്ലിം സാമാന്യ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും UDF അതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ തോതിൽ സാമാന്യ മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേരുകയും അതോടൊപ്പം തന്നെ തീവ്രവാദി സംഘടനകളായിട്ടുള്ള ഞാൻ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയും SDPയുടെ വോട്ട് ഷെയർ പറഞ്ഞതിനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. SDPക്ക് 3000 വോട്ടുണ്ടായിരുന്നു. ആ വോട്ട് എങ്ങോട്ട് പോയി? 1000-ലേക്ക് വോട്ട് വരുമ്പോ സ്വാഭാവികമായും ആ വോട്ട് ഇടതുവിരുദ്ധ വികാരം കത്തി നിൽക്കുന്ന SDPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആയിട്ടുള്ള SDPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവർ ആ വോട്ട് ചെയ്തിട്ടുള്ളത് UDFനാണ്. അപ്പൊ സ്വാഭാവികമായും അത് അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ നിലമ്പൂർ മണ്ഡലത്തിലെ 42% വരുന്ന മുസ്ലിങ്ങളിൽ ഒരു 10% താഴെ മാത്രമേ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, എന്തിന് മുസ്ലിം ലീഗിൽ പോലും അഫിലിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് 10% ആളുകൾ മാത്രമേ ഉള്ളൂ. മറിച്ച് ബാക്കി 30-32% ആളുകൾ സാമാന്യ മുസ്ലിങ്ങളാണ്. അവർക്ക് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യവുമില്ല. പക്ഷെ അവരെ ഇത്തരം പേടിപ്പെടുത്തലുകൾ അവരെ ഏകീകരിക്കുന്നതിന് സഹായിക്കുകയും ആ ഏകീകരണത്തിലൂടെ ഒരു ഇടതുപക്ഷത്തിന് വിരുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവുകയും. പക്ഷെ ഇവിടെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, 66,630 വോട്ട് സഖാ സ്വരാജിന് ലഭിക്കുന്നു. ആ വോട്ട് എന്ന് പറയുന്നതിൽ അതിൽ ഒരു തീവ്രവാദി സംഘടനയുടെയും ഒരു വർഗീയ സംഘടനയുടെയും വോട്ടില്ല എന്ന് നെഞ്ചിൽ കൈ ഇത്രയും സമയം ഞാൻ പറയുന്നത് ഞാൻ ശ്രദ്ധാപൂർവ്വം ഞാൻ കേട്ടിരുന്നു. ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, അപ്പൊ ഈ PDP നിങ്ങൾ എന്താ വിചാരിച്ചത്? PDP പീഡിത വർഗത്തിന്റെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുന്നത്. ചോദിക്കാനുള്ളത്, അത് ഏത് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടെത്തിയത് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. 66,660 ഒരു തീവ്രവാദിയുടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തിയത് കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല, ഒന്ന് ഏറ്റവും പരമപ്രധാനമായിട്ട് PDP എന്ന് പറയുന്നത് അങ്ങേക്ക് അറിയാം, 90കളുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സംഘടന. 91-ൽ ISS രൂപീകരിക്കുകയും പിന്നീട് അത് PDP എന്ന ഫോമിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരൻ ഇന്നും എടുത്തു പറയാൻ പറ്റുന്ന പേര് മദനിയുടെയാണ്. അല്ല, എനിക്കതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, കൊല്ലക്കാരനായതുകൊണ്ടായിരിക്കും. അല്ല, അതുകൊണ്ടല്ല, എനിക്കതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇപ്പോ അബ്ദുൽ നാസർ മദനി സ്ഥാപിച്ച ഒരു സ്ഥാപനം എന്ന നിലയിൽ, ആ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ PDPക്ക് അന്ന് തെക്കൻ കേരളത്തിൽ അതിശക്തമായ വേരോട്ടം ഉണ്ടായിരുന്നു. ഇന്ന് PDPയുടെ സ്ഥിതി അതല്ല. അന്ന് വേരോട്ടം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും മലബാർ മേഖലകളിൽ PDPക്ക് അത്രയധികം സ്വാധീനം ഉണ്ടായിരുന്നില്ല 90കളിൽ പോലും. പക്ഷേ എന്നാൽ ഇന്ന് PDPയുടെ സ്ഥിതി എന്ന് പറയുന്നത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിൽ ആകെ ശോഷിച്ചു നിൽക്കുന്ന ആ പാർട്ടി അവർ നിരന്തരം പീഡിപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സ്വാഭാവികമായി അനുതാപം കൊണ്ടാണ് PDPയെ കൂടെ കൂട്ടിയത്. അല്ലാതെ അവരുടെ വോട്ട് അല്ല, അവർ വലിയൊരു ശക്തിയൊന്നും അല്ലാന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് അവിടെ മാക്സിമം നിലമ്പൂർ മണ്ഡലത്തിൽ എത്ര വോട്ടുകൾ ഉണ്ടാവും? മാക്സിമം വന്നാൽ ഒരു 200 വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശേഷി മാത്രമേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ PDPക്ക് കൈ കൊടുത്തത്? അല്ല, ഇപ്പൊ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയത് കൊണ്ട് ഇരിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിലെ PDP ഇരിക്കട്ടെ, അതായിരുന്നോ ആറ്റിറ്റ്യൂഡ്? അങ്ങനല്ലേ, ഏതോ ഒരു സ്വാമിജി ഹിന്ദു മഹാസഭയോ മറ്റോ പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് അവിടെ പിന്തുണ തരികയാണ്. അദ്ദേഹം വന്ന് പിന്തുണ പ്രഖ്യാപിക്കുക. അദ്ദേഹത്തിന് 5000 വോട്ട്, അവരുടെ 5000 വോട്ട് കൂടിയുണ്ട് മറ്റേതിൽ കേട്ടോ. ആ സ്വരാജിന് കിട്ടിയ 66,660 അല്ലേ? ഓരോ വോട്ടും ഹിന്ദു മഹാസഭയിലെ വോട്ടുകൾ കൂടി ഉണ്ട്. സ്വാമിജി വിചാരിച്ചാൽ അവിടെ ഒരു വോട്ട് പോലും സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. പിന്നെ എന്തിനാണ് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ സ്വാമിയെ
ചേർത്തങ്ങ് ഇരുത്തിയത്? ചേർത്ത് പിടിച്ചല്ലോ. ഇതിപ്പോ ആര് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സമരമാണ്. ഇറങ്ങി പോവാൻ പറയണം അഡ്വക്കേറ്റ് അസ്കർ. അതാണ് ഞാൻ നേരത്തെ ഡോക്ടർ ഹരിയോട് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് അറിയാം ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന്, പക്ഷേ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചു. അതുപോലെ അസ്കർ പറയുന്നു PDP എന്താണെന്ന് അസ്കറിന് അറിയാം, അവർ വളരെ ദുർബലമാണ് എന്ന് പറയുന്നു, പക്ഷേ എന്തിനാണ് ചേർത്ത് പിടിച്ചത്? അതുപോലെ ഹിന്ദു മഹാസഭയുടെ സ്വാമിക്ക് ഒരു ചലനവും ആ മണ്ഡലത്തിൽ വരുത്താൻ പറ്റില്ല, ഹിന്ദു മഹാസഭയ്ക്ക് ഒരു സ്വാധീനവും ആ മണ്ഡലത്തിൽ ഇല്ല എന്നറിഞ്ഞിട്ട് പിന്നെ എന്തിനാ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ സ്വാമിയെ അങ്ങ് കെട്ടിപ്പിടിച്ച് പിന്നെ കൂടെ ഇരുത്തിയത്? അല്ല അന്നമ്പ്യാർ, അങ്ങനെയെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് കണ്ട ഈ സ്വാമിജിമാരെ വിചാരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ RSSന് ഇതിനു മുമ്പേ, BJPക്ക് ഇതിനു മുമ്പേ ഭരണത്തിലെത്താൻ കഴിയുമായിരുന്നു. ഈ സ്വാമിജിമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 10 വോട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിയുമായിരുന്നു. നിശ്ചയമായും അവർ സംഘപരിവാറിനൊപ്പം നിൽക്കുകയും മഹാഭൂരിപക്ഷം സ്വാമിജിമാരും സംഘപരിവാറിനൊപ്പം. ആ പ്രകാശ് ജാവേദേക്ക EP ജയരാജനെ കണ്ടപ്പോൾ എന്തൊരു കോലാഹലായിരുന്നു അല്ലേ? അതെ, അതിന്റെ പേരിലല്ലേ വൈകിയാണെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടി പോലും സ്വീകരിച്ചത്? അല്ല, അത് EPക്ക് ജാഗ്രത. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഈ ഹിന്ദു മഹാസഭ അറിയാലോ താങ്കൾക്ക്? ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായിരുന്നു അല്ലേ? അങ്ങനെ ഹിന്ദു മഹാസഭ ആ സ്വാമി അവിടെ വന്ന് നിങ്ങൾക്ക് വോട്ട് തരാം, ഞങ്ങൾക്ക് 10,000 വോട്ടുണ്ട്, അത് തരാം, ഇതാ പിന്തുണയ്ക്കുന്നു, ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നു പറയുമ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് വിജയരാഘവൻ കാണിച്ചില്ല? അല്ല, അന്നമ്പേർ അതിൽ കാണേണ്ടത് ഹിന്ദു മഹാസഭ പണ്ട് ഗാന്ധി വധത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭ എന്നല്ല ഇപ്പോൾ ഉള്ളത്. അത് പല കഷ്ണങ്ങളായി കേരളത്തിൽ 3-4 സ്വാമിമാർ മാത്രം ഉള്ള ഒരു സംഘടനയാണ്. ആ സ്വാമിയുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി ഭരണപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ ഭരണകൂടത്തോടൊപ്പം നിലനിൽക്കണമെന്ന ആഗ്രഹത്തിലോട്ട് ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ആ സംഘടന ഇടതുപക്ഷത്തോടൊപ്പം ഒരു പ്രാദേശിക നേതാവാണ് ഈ സ്വാമിയെ സ്വീകരിച്ചതെങ്കിൽ അതങ്ങനെ ഞാൻ അത് ഗൗരവത്തിൽ എടുക്കില്ല. പക്ഷെ അവിടെ കൈകൊടുത്തത് ആരാ? പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ്. അതല്ല A. വിജയരാഘവന് സ്വാമിജിയെ സ്വീകരിച്ച് തെറ്റുണ്ട്, അതിൽ പിശക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. നിശ്ചയമായും അതൊരു പിശകുണ്ട്. ആ പിശകടക്കം പാർട്ടി പരിശോധിക്കണം എന്നുള്ളതാണ് എന്റെ പക്ഷം. അത് നിശ്ചയമായി പരിശോധിക്കും, കാര്യമില്ലല്ലോ. അല്ല തെരഞ്ഞെടുപ്പ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ട് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമരമാണ്. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഞങ്ങൾ വലിയ ആഹ്ലാദത്തിൽ തിമിർത്താടുന്നവരല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിൽ ഞങ്ങൾക്ക് ഒരു ദുഃഖമില്ലെന്നേ. ഞങ്ങൾ ഒരു രാഷ്ട്രീയ സമരം കഴിഞ്ഞു, അടുത്ത ഘട്ടം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്നെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം എന്ന് പറയുന്നത് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ 9 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വർദ്ധിത ഊർജത്തോടുകൂടി പ്രവർത്തിക്കുന്നുള്ള കാര്യശേഷി ഇടതുപക്ഷത്തിനുണ്ടാവും. ഇവിടെ സംഭവിച്ചിട്ടുള്ള മുഴുവൻ പരാജയത്തിന്റെ കാരണങ്ങളും ഞങ്ങൾ അനുഭവ പാഠമാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ സജ്ജമാകും എന്നുള്ളതാണ് അതിന്റെ സർക്കാർ മെഷീനറി മൊത്തം അവിടെയായിരുന്നു കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 ദിവസം അദ്ദേഹം കുടുംബയോഗങ്ങളിൽ അടക്കം പങ്കെടുത്തു. MV ഗോവിന്ദനായിരുന്നു പൂർണ്ണ ചുമതല അല്ലേ? എല്ലാ എം എൽ എമാരും അവിടെ ഉണ്ടായിരുന്നു. DYFIയുടെ SFIയുടെ നിങ്ങളുടെ പോഷക സംഘടനകളുടെ ഒക്കെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ഈസി വോക്ക് ഓവർ എന്നുള്ള രീതിയിലാണ് സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. നേരത്തെ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനം, പിന്നെ അവസാനം ആ നാട്ടുകാരൻ തന്നെയായ സ്വരാജിനെ ഇറക്കി. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അവിടെ പ്രചരണം നടത്തിയത്. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചത്. പിന്നെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞു അതൊരു പിന്നെ ട്രഡീഷണലി അത് പിന്നെ ഒരു UDF മണ്ഡലമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ സ്വരാജിനെ മത്സരിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് സ്വരാജിനെ ഇറക്കിയത്, കളത്തിൽ ഇറങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ അതിനെ പിന്നെ എന്താ പറയേണ്ട വില കുറച്ച് കാണുന്നു. അത് UDFന് ഓൾറെഡി മേൽക്കൈയുള്ള മണ്ഡലമാണെന്നൊക്കെ ഇപ്പോൾ പിണറായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, നമ്മൾ ഒരു മണ്ഡലത്തിന്റെ സ്വഭാവത്തെ എപ്പോഴും ഇടതുപക്ഷം വളരെ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. അങ്ങനെ സ്ഥാനാർത്ഥി സ്വരാജ് ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. CPM-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അപാകതയുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി, സ്വീകാര്യനായ സ്ഥാനാർത്ഥി നിർത്തി. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ പരാജയം സമ്മതിച്ചുകൊണ്ടാണ് ആ പരാജയത്തിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഇടതുപക്ഷം പോകുന്നു.
എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയുണ്ടെന്നേ, ആ BJPയുടെ വോട്ടുകൾ എവിടേക്ക് പോയി? 17,000 വോട്ടുകൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. 17,000 വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. എവിടെ പോയി അത്? അത് ഇപ്പൊ കെട്ടിവെച്ച പണം പോലും ലഭിച്ചിട്ടില്ല. ആ വോട്ടുകൾ UDF-ലേക്ക് പോയിട്ടുണ്ട് എന്ന് സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു. അല്ലാതെ ഉല്ലാസ് ബാബു വരട്ടെ, ഉല്ലാസ് ബാബു പറയും മറുപടി. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ അത് BJP-യിലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് എത്ര വോട്ട് കിട്ടി? ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടി? അഡ്വക്കേറ്റ് അസ്കറിനോട് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ് അല്ലേ? ആണോ അല്ലയോ അത് പറ. അല്ല, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് അങ്ങ് എത്തിയാൽ ഇപ്പോ വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്ന ഒരു തമാശയുണ്ട്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന 65,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. അപ്പോ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. 11,000 വോട്ട് ഇപ്പോ ആര്യടൻ ഷൗക്കത്തിന് കിട്ടി. 20,000 വോട്ടോളം ഈ അൻവറിന് ലഭിച്ചു. അപ്പോഴും 31,000 വോട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 34,000 വോട്ട് ഇടതുപക്ഷം അധികം പിടിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഒരു തമാശ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലൊരു ഉത്തരവായിപ്പോ BJP-ക്ക് അവിടെ കൃത്യമായി വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ 12% 17% കേരളത്തിലേക്ക് ഉയർന്നു. കേരളത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നാക്കം പോയി എന്നുള്ളത് പരിശോധിക്കണം. നീ അത് വളരെ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ 14,500 വോട്ട് എങ്ങോട്ട് പോയി? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് അൻവറിന് പിടിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അൻവറായിരുന്നു. അൻവർ ഒരു ഫാക്ടറേ അല്ല എന്ന അർത്ഥത്തിൽ അൻവറിനെ നിരാകരിച്ചുകൊണ്ട് ഇടതുപക്ഷം നിന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാതലായ പരാജയമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കൈകളിലുണ്ടായിരുന്ന വോട്ടുകൾ അടക്കം ഒരുപക്ഷെ അത് അൻവർ 9 കൊല്ലം മുമ്പ് അൻവർ എത്തിയപ്പോ അൻവറിനൊപ്പം കൊണ്ടുവന്ന വോട്ടുകളായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അൻവർ ഏകപക്ഷീയമായി സ്വതന്ത്രനായി നിന്നിട്ട് പോലും ആ വോട്ടുകൾ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് അങ്ങോട്ട് ഒലിച്ചുപോയി. അത് ചെറുത്തു നിൽക്കാൻ, അത് തടയിടുന്നതിന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റസമ്മതം ഇക്കാര്യത്തിലുണ്ട്. അതടക്കം പരിശോധിക്കപ്പെടും. അതടക്കം പരിശോധിച്ചായിരിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാം പൂട്ടിവെച്ച് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആളുകളല്ല. വീണ്ടും വാതിൽ കൊട്ടിയടച്ചിരിക്കുകയാണ് VD സതീശൻ. അപ്പൊ അൻവർ സർവാപരാധങ്ങളും പൊറുക്കണമേ എന്ന് പറഞ്ഞ് സമീപിച്ച അൻവറിനെ സ്വീകരിക്കുവോ? മാനസാന്തരം വരുമോ? അഡ്വക്കേറ്റ് അസ്കർ, അല്ല, അൻവർ തിരിച്ച് ഇടതുപക്ഷത്തിലേക്ക് വരുമെന്നോ? അതെ, സംഭവിക്കാലോ അഡ്വക്കേറ്റ് അസ്കർ. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒന്നും ഇമ്മിണി വലിയ ഒന്നാണ്. അപ്പൊ അതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇവിടെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ആരും പറഞ്ഞു വിട്ടതല്ല, അൻവർ ഇറങ്ങിപ്പോയതാണ്. 1. 2, കഴിഞ്ഞ 9 കൊല്ലക്കാലം ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടും അൻവറിന് രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്നുള്ളതാണ്. അൻവർ ഒരു രാഷ്ട്രീയക്കാരനെയായി കാണാൻ എനിക്ക് കരുതാനേ ആവുന്നില്ല. കഴിഞ്ഞ 1 കൊല്ലക്കാലം മാധ്യമങ്ങളുടെ മഹാഭൂരിപക്ഷം സമയം ലഭിച്ച മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നടിച്ചിട്ടുള്ള കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അൻവറായിരുന്നു. ആ അൻവറിന്റെ പൈസയും വാങ്ങി അൻവറിന് ഒരു ടിക്കറ്റും കൊടുത്ത് പിന്നെ അൻവറിനെ ജയിപ്പിക്കുകയും ചെയ്ത് എല്ലാ അർത്ഥത്തിലും. അതായത് അൻവർ നിന്നത് എങ്ങനെയാണ്? CPM പിണറായിയുടെ ഗുണ്ടാത്തലവൻ, നമ്മുടെ ആ മറ്റേ കിരീടം സിനിമയിൽ മോഹൻലാലിൻ്റെ ഇയാൾ നിൽക്കുന്ന പോലെ കൊച്ചിൻ ഹനീഫ ആ കഥാപാത്രം ചെയ്തത് അതുപോലെയായിരുന്നല്ലോ അൻവർ നിന്നത്. വാടാ പോരിന് വിളിക്കുകയായിരുന്നില്ല എല്ലാവരെയും. അപ്പം അങ്ങനെ കൊണ്ട് നടന്നിട്ട് പിന്നെ എന്തുകൊണ്ട് അൻവർ അനഭിമതനായി പാർട്ടിക്ക്? അങ്ങനല്ല, അൻവറിന് വ്യക്തി താല്പര്യത്തിൽ ഞാൻ വിലയിരുത്തുന്നത്. അൻവറിന് രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു എങ്കിൽ അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം അത്തരം നിലപാടുകൾ, അദ്ദേഹം എടുത്തിട്ടുള്ള ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടുകളുണ്ട്, ആ നിലപാടുകൾ അദ്ദേഹം എടുക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ ബോധമുള്ള ആളെന്ന നിലയിൽ അൻവർ ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് അൻവറിന് പിശക് പറ്റി. പക്ഷെ അൻവറിനൊപ്പം നിൽക്കാൻ 19,000 ചില്ലുവാനും ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ട് എന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല, അൻവർ അവിടെ വലിയ തോതിൽ ഇളകി മറിച്ചൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും മുൻ വർഷങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നടത്തിയിരുന്നില്ല.
വളരെ അതെ. വളരെ സാധാരണ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമാണ് അൻവർ നടത്തിയിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും അൻവർ അൻവർ അത് 20,000-അടുത്ത് വോട്ട് പിടിച്ചു. അത് ഇടതുമുന്നണിക്കും വലതുമുന്നണിയും ഒരേപോലെ കണ്ടില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും UDF-ഉം കൃത്യമായി ധരിക്കേണ്ടതും പഠിക്കേണ്ടതും. എന്തുകൊണ്ടും ഒരാളെ പോലും രാഷ്ട്രീയത്തിൽ നമുക്ക് അങ്ങനെ അരികുവൽക്കരിക്കാനാവില്ല, അവരെ പരിഗണിക്കാതിരിക്കാനാവില്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. അദ്ദേഹം 9 കൊല്ലക്കാലം അവിടെ MLA ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ വാക്കുകളും സംസ്ഥാന സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നത്. പിണറായി സത്യാണ് എതിർത്തത് അൻവർ. അല്ല, അദ്ദേഹം പറയുന്ന എതിർപ്പല്ലേ, അദ്ദേഹത്തിന്റെ പിണറായി മാറിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്വയം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. ആദ്യം പിണറായിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് പിതൃതുല്യ വാത്സല്യത്തോടുകൂടി എന്നോട് പെരുമാറുന്നു എന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടറിയെ വാനോളം പുകഴ്ത്തുന്നു. ഒടുവിൽ അദ്ദേഹം വീണ്ടും അവരെയൊക്കെ വഴിനീളെ തെറി പറയുന്നു. അതിനുശേഷം UDF ക്യാമ്പിലേക്ക് എത്തുന്നു. UDF നേതാക്കന്മാരെ ആകമാനം തെറി പറയുന്നു. അവസാനം VD സതീഷിനെയും പിണറായിയും ഒരേപോലെ ഒരേ തുലാസിലിരുത്തി തൂക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. അപ്പൊ അങ്ങനെ ഇത് മാറി മാറി പറയുകയല്ല രാഷ്ട്രീയത്തിൽ. അതിലൊരു കൺസിസ്റ്റന്റ് നിലപാടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, നിലപാടാണ്. അത്തരം ഒരു നിലപാടെടുക്കുന്നതിന് അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഏറ്റവും വലിയ പരാജയം. 10,000 വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയക്കാരനായി നമുക്ക് അവിടെ കാണാൻ കഴിയില്ല.